ടൗണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ടാറ്റയുടെ ഹാരിയറാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ 2 ഡാർക്ക് ഹാരിയർ ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ഒരു ഡാർക്ക് ഹാരിയർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് എഡിഷനിൽ വന്നേക്കാണ്. XT എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ വാഹനം നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ 2022 ഇതിൻ്റെ മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര കിലോമീറ്ററും കാര്യങ്ങളും ഓടാത്ത നല്ല കലക്കം വണ്ടിയാണ് ഈ പറഞ്ഞ ഹാരിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ നേരെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തുകൊണ്ട് അതിനകത്തേക്ക് വോയിസും മെസ്സേജ് ഇട്ടേക്കാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. റേറ്റ് നെഗോഷ്യബിൾ റേറ്റ് ആയിരിക്കും. അതുകൂടാതെ തന്നെ ലോണും ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് തരും. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയാണ്. അപ്പോൾ ഹാരിയർ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ടാറ്റയുടെ ഹാരിയറാണ്. ഹാരിയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് എഡീഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പും ബ്ലാക്ക് എഡീഷൻ ഹാരിയർ പരിചയപ്പെടുത്തുന്നുണ്ടായി. 2 ഹാരിയർ ഒരുമിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഹാരിയറായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഡാർക്ക് എഡീഷനാണ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുള്ള് ബ്ലാക്ക് തീമിലാണ് ടാറ്റ ഇറക്കിയേക്കാൻ വണ്ടി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സോണും അതേപോലെ ടിയാഗോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഡാർക്കിനകത്ത് വന്നിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു ഹാരിയറും ആ ഒരു കാറ്റഗറി തന്നെ പെടുന്ന വണ്ടി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫുള്ള് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ വീലാർസിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും കമ്പനി ഒറിജിനൽ അലോയ്സും നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇതിൻ്റെ ബോണറ്റും കാര്യങ്ങളും നോക്കാം. ബോണറ്റായാലും രണ്ടോ പാച്ചോ കാര്യങ്ങളും നമുക്ക് ബോണറ്റും കിട്ടുന്നില്ല. നല്ല നീറ്റ് അടിക്കാൻ ബോണറ്റ് കാണാൻ പറ്റും. അതേപോലെ വിൻഷീൽഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു വിൻഷീൽഡ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് പോകാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റ് അടിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോറ്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ സൈഡ് പോർഷനും ഇവിടെ നീറ്റായിട്ടുണ്ടെങ്കിൽ സൈഡ് പോർഷൻ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്കൊന്ന് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡീഫോക്കസും കാര്യങ്ങളും വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും നല്ല നീറ്റായിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി 2 ഡോറും പോകാം. 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് എഡീഷൻ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഡാർക്ക് തീമാണ് നമുക്ക് വന്നേക്കണം. സീറ്റ്സ് ഇവിടെ എക്സ്ട്രാ ചെയ്തേക്കണതാണ്. ഒരു ബീച്ച് തീമിലാണ് സീറ്റ് പോയേക്കണം. ശരിക്കും കമ്പനി ബ്ലാക്കാണ് വന്നേക്കണേ. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റും. സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്ക് XT ആയതുകൊണ്ട് തന്നെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 59,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. ആംറെസ്റ്റ് വരുന്നുണ്ട്. സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. റിയറിലെ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ള സൺറൂഫ് നമുക്ക് വാഹനത്തിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കണം. ഇവിടെയും നമുക്ക് ഡാർക്ക് തീമിൽ വന്നിട്ട് ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെയും നമുക്ക് സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഡോറിന്ന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന എൻജിൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും സംഭവിച്ചുള്ള ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ആപ്രോൺ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എന്തെങ്കിലും പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇനി അതൊക്കെ നമുക്കിവിടെ നോക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ആയാലും നോക്കാം. എഡ്ജസിലേക്ക് നോക്കാം. ഇവിടുത്തെ എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും.
ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇതിനും ഇവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ലോവർ പോർഷൻ നോക്കാം, ഇവിടെ ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു 170 PS എന്നൊക്കെ എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കാണാൻ പറ്റും. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പാസൽട്ട ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പാസൽട്ട കാണാൻ പറ്റും. താഴെ നമുക്ക് സ്പെയർ വീലും നല്ല ഫുൾ ഗ്രിപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ്, ഒരു പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൻ്റെ എഡ്ജസിലും കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ നിന്നുള്ള വണ്ടിയാണ്. ഡാർക്ക് എഡീഷനാണ്, ഫുള്ള് ബ്ലാക്കാണ് വണ്ടി പോയേക്കണം. XT എന്നൊന്നും ഓപ്ഷനാണ് വന്നേക്കണം. കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അലോയ് വീൽസും അങ്ങനെ സംഭവങ്ങൾ ഒരുപാട് നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. കിലോമീറ്റേഴ്സിന് എത്രയാണെന്ന് ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റാണ് നോക്കേണ്ടത്. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഈ ഹാരിയറിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. 17,28,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 17.28 lakhs. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് അതിനകത്തേക്ക് വോയിസോ മെസ്സേജോ ഇട്ടേക്കാം. റിപ്ലൈയും കാര്യങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹാരിയറിൻ്റെ വിശേഷം. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.